നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്നലെ നവംബർ 25 1994 നവംബർ 25 31 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വലിയൊരു രാഷ്ട്രീയ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കൂത്തുപറമ്പിലെ വെടിവെപ്പും രക്തസാക്ഷിത്വവും. മാർക്സിസ്റ്റ് പാർട്ടി നിരവധി ദശാബ്ദങ്ങൾ ആഘോഷിച്ച രക്തസാക്ഷിത്വമാണ്. എന്നാൽ ഇന്നലെ ഞാൻ നിരവധി ഇടത് പ്രൊഫൈലുകൾ നോക്കിയപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഒരുപാട് പേര് അനുസ്മരിച്ച് കണ്ടില്ല. നമ്മുടെ മുൻനിര മന്ത്രിമാരായ പി രാജീവിൻ്റെയും രാജേഷിൻ്റെയും സ്വരാജിൻ്റെ ഒന്നും പേജിൽ അവരുടെ അനുസ്മരണം കണ്ടില്ല. കൂത്തുപറമ്പിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 5 രക്തസാക്ഷികളാണ്. രാജീവനും മധുവും ബാബുവും റോഷൻ അടക്കമുള്ള 5 രക്തസാക്ഷികൾ. 6ാമത്തെ ഒരു രക്തസാക്ഷി, ജീവിക്കുന്ന രക്തസാക്ഷിയെ നിങ്ങൾക്ക് കിട്ടി. സഖാവ് പുഷ്പന്റെ പേരിൽ കവിതകളുണ്ടായി, പാട്ടുകളുണ്ടായി, കലാസാഹിത്യ സൃഷ്ടികളുണ്ടായി. ഒടുവിൽ പുഷ്പനും യാത്രയായി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനം ഇന്ന് നിങ്ങൾക്ക് ആഘോഷിക്കാൻ ആവേശമില്ലാത്തതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷികൾ CPM-ന് ബാധ്യതയാകും എന്ന് മാത്രമല്ല, ആ രക്തസാക്ഷിത്വം CPM-ന് ഇല്ലാതാക്കുമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ ഒരുപക്ഷെ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അവസാന വരികൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, സ്വജീവനേക്കാൾ നാടിന്റെ നന്മയ്ക്ക് വില നൽകിയ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ രാഷ്ട്രീയ ബോധവും പ്രതിബദ്ധതയും നമുക്ക് എന്നെന്നും ഊർജമാകുമെന്നാണ് പറഞ്ഞത്. അവർ എന്തിനു വേണ്ടിയാണോ രക്തസാക്ഷിത്വം വഹിച്ചത്, ആദ്യം നിങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞു, വഞ്ചിച്ചു. അതായത് സ്വയാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തിയ നിങ്ങളുടെ മക്കളെ സ്വയാശ്രയ കോളേജുകളിൽ അയച്ചു. അതുമാത്രമല്ല, ഏറ്റവും ഒടുവിൽ അതിന് പിന്നാലെ സ്വയാശ്രയ കോളേജുകളുടെ തലപ്പത്തേക്ക്, ഭരണസാരഥ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സ്വയാശ്രയ കോളേജിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ CPM നേതാക്കന്മാർക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല. പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിൽ ആ രക്തസാക്ഷികളോട് കാണിച്ച വഞ്ചന പൂർണ്ണമായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, ഈ തവണത്തെ DGP-യെ നിയമിച്ചത്, അല്ലെങ്കിൽ ആ DGP-യെ തെരഞ്ഞെടുത്തത് പിണറായി വിജയനാണ്. ഈ സ്വജീവനേക്കാൾ നാടിന്റെ നന്മ കണ്ട രക്തസാക്ഷികളുടെ ചോരയ്ക്ക്, ജീവന് എന്തു വിലയാണ് അദ്ദേഹം കണ്ടത് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലായി. 3 പേരുകളാണ് പിണറായി വിജയന്റെ മുമ്പിൽ വന്നത്. അതിൽ അവസാനത്തെ പേരെന്ന് പറയുന്നത് ഇപ്പോഴത്തെ DGP-ആയ രബത ചന്ദ്രശേഖരൻ്റെതായിരുന്നു. ഈ കൂത്തുപറമ്പ് രക്തസാക്ഷികൾക്ക് നേരെ നിറയൊഴിക്കാൻ ഉത്തരവ് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു മടിയുമില്ലാതെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസിന്റെ തലപ്പത്ത് നിയമിച്ചതും പിണറായിയെ നീയ് എന്ന് നാളെ ചരിത്രം രേഖപ്പെടുത്തും. ആ രക്തസാക്ഷികൾ നിങ്ങൾ അനുസ്മരിക്കാത്തതിന് കാരണം, ആ രക്തസാക്ഷിത്വം നിങ്ങളെ തിരിഞ്ഞു കൊത്തുന്ന നാളുകൾ അതിവിദൂരമല്ല. സഖാക്കളെങ്കിലും ഇന്നത്തെ ഇടത് സർക്കാരിന്റെ, ഇന്നത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ, ഈ നാടിനെ ഭരിക്കുന്ന പിണറായി വിജയന്റെ കൊടും ക്രൂരത നിങ്ങളുടെ സഖാക്കളോട്, രക്തസാക്ഷിത്വത്തോട്, അവരുടെ രക്തത്തോടും ജീവനോടും കാണിക്കാൻ മടിയില്ലാത്ത പിണറായി വിജയനെ തിരിച്ചറിയാനുള്ള ഒരവസരമായി ഇനി ഓരോ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനവും കടന്നു വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.